എന്തായാലും സ്വർണം മോഷണം പോയി എന്നടക്കമുള്ള വാർത്തയും അതേപോലെ തന്നെ സ്വർണത്തിന് ഓരോ ദിവസവും വില കൂടിയോ കുറഞ്ഞോ എന്നുള്ള ആകാംക്ഷയും എല്ലാം ഓരോരുത്തരെയും മനസ്സിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന വിചാരം എന്ന് പറയുന്നത് ഓണക്കാലം വരാൻ പോവുകയാണല്ലോ, ചിങ്ങമാസം വന്നു ചേരാറായല്ലോ, കല്യാണക്കാലമായല്ലോ എന്നൊക്കെയാണ്. എന്തായാലും സ്വർണ്ണ വ്യാപാര രംഗത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലങ്ങളാണ് ഓണക്കാലം, ഒപ്പം ചിങ്ങമാസത്തോടെ ആരംഭിക്കുന്ന കല്യാണക്കാലവും. സ്വർണ്ണ വില വർധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ വ്യാപാരികൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഈ ഉത്സവകാലത്തെ അങ്ങനെ തന്നെയാണ് അവർ മനസ്സിൽ കാണുന്നത്. പുതിയ സീസണിനെ വരവേൽക്കാൻ ആഭരണ ലോകത്തെ പുത്തൻ ട്രെൻഡിനനുസരിച്ചുള്ള ഡിസൈനുകൾ കേരളത്തിന്റെ സ്വർണ്ണ തലസ്ഥാനമായ തൃശൂരിലെ ഹോൾസെയിൽ ജ്വല്ലറികളിൽ ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. നൂതന ഡിസൈനുകളും കരവിരുതും ഒന്നിക്കുന്ന വിദഗ്ധരായ കലാകാരന്മാരുടെ മികവാണ് തൃശൂരിന്റെ ആഭരണ പെരുമയ്ക്കു പിന്നിലെ കരുത്ത്. ചെറിയ തൂക്കത്തിൽ മികച്ച ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നു എന്നതാണ് തൃശൂരിനെ സ്വർണ്ണ വിപണിക്ക് പ്രിയപ്പെട്ടതാക്കുന്നതെന്ന് ഹോൾസെയിൽ ജ്വല്ലറിയായ TC ഗോൾഡിന്റെ ചെയർമാൻ TC ബിജു പറഞ്ഞു. ഒരു 2 ലക്ഷത്തോളം സ്വർണ്ണാഭരണ മേഖലയിലെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തൊഴിലാളികൾ തൃശ്ശൂരിന്റെ ചുറ്റുഭാഗത്തുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് തൃശ്ശൂര് കൂടുതലും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരള മാർക്കറ്റിലാണെങ്കിലും കേരളത്തിന്റെ പുറത്തുള്ള സ്റ്റേറ്റുകളാണെങ്കിലും ഈ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്ക് നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ആ ആഭരണം കൂടുതൽ വിറ്റ് പോകുന്നത് കൊണ്ട് തൃശ്ശൂർ സ്കിൽഡ് വർക്കേഴ്സ് അത് ചെയ്യുന്നത് കൊണ്ടാണ് തൃശ്ശൂർ ക്യാപിറ്റലായിട്ട് മാറിയത്. ഏത് ഡിസൈൻ കാണുകയാണെങ്കിലും തൃശ്ശൂരിലുള്ള നല്ല വർക്കേഴ്സിന് അതിന്റെ ഏറ്റവും അതിനോട് പരിഷ്കരിച്ച പുതിയ പാറ്റേൺ ഉണ്ടാക്കാനായിട്ട് തൃശ്ശൂർ സ്കിൽഡ് വർക്കേഴ്സിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം പൂരങ്ങളുടെ നാടായിട്ട് തൃശ്ശൂർ സ്വർണ്ണത്തിൻ്റെ കൂടി ഉയർത്തി കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവുന്നതാണ് ഈ കാലഘട്ടം കൊണ്ട് എനിക്ക് മനസ്സിലായി. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 6725 രൂപയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 14% വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. ആഭരണ മേഖലയെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിലും മൂല്യം ഓരോ ദിവസവും ഉയരുന്നത് സ്വർണത്തെ ഒരു നിക്ഷേപമായി കാണുന്നവർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. 1990-കളിൽ 100 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണത്തിന്റെ വില. ആ 2024 എത്തുമ്പോൾ അത് 6500 കൂടുതൽ 1 ഗ്രാമിന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചോളം ചെറിയ സമ്പാദ്യം പോലും സ്വർണത്തിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ, സ്വർണത്തിലായാലും സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ 2 ഉപകാരമാണ് കിട്ടുന്നത്. ഒന്ന്, അവർക്ക് ആഭരണങ്ങളായിട്ട് ധരിക്കാം. രണ്ടാമത് അത് വലിയ ഡെപ്പോസിറ്റ് ആയി. അതുകൊണ്ട് സ്വർണത്തിന്റെ വ്യാപാരത്തിനൊരു കുറവും കാലഘട്ടത്തിനനുസരിച്ചൊക്കെ വരാം, പക്ഷെ ഒരു കുറവും സംഭവിക്കാനായിട്ട് സാധ്യത. വില കൂടിയാലും കുറഞ്ഞാലും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായാണ് സാമ്പത്തിക ലോകം വിലയിരുത്തുന്നത്. സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ നഷ്ടമുണ്ടാകില്ലെന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട്. 2007 കാലഘട്ടത്തിൽ പവന് 10,000 രൂപയുണ്ടായിരുന്ന സ്വർണത്തിന് 4 ഇരട്ടിയിലധികം വില ഇന്ന് കൂടിയിട്ടുണ്ട്. 35 വർഷമായി ഹോൾസെയിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന TC ഗോൾഡ് പ്രീമിയം കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ അവതരിപ്പിക്കുന്ന പുതിയൊരു ജ്വല്ലറി അഡോറ ജ്വല്ലേഴ്സ് എന്ന പേരിൽ ഓണക്കാലത്ത് തൃശൂരിൽ ആരംഭിക്കുകയാണെന്ന് TC ബിജു പറഞ്ഞു. ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, 18 ക്യാരറ്റ് ആഭരണങ്ങൾ തുടങ്ങി ആന്റിക്, ചെട്ടിനാട് ഡിസൈനർ കളക്ഷനുകൾ, സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ പുതിയ ഷോറൂമിൽ ഒരുക്കുന്നുണ്ട്. തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിൽ അഡോറ ജ്വല്ലേഴ്സ് ഓഗസ്റ്റ് 19-ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ചലച്ചിത്ര താരം നവ്യ നായർ പുതിയ പ്രീമിയം കളക്ഷനുകളുടെ ലോഞ്ചിംഗ് നിർവഹിക്കും. വിവാഹം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വില ഉയരുന്ന സാഹചര്യത്തിൽ ലാഭത്തിൽ പർച്ചേസ് ചെയ്യുന്നതിനായി പ്രത്യേക അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം അഡോറയിൽ ആരംഭിച്ചിട്ടുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ ആദർശ് B തെക്കിനിയത്ത് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.